അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി ഈ കോഴിക്ക് വേണ്ടി ഒരു പുഴുമന്തി ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നതിന് സ്റ്റാർട്ടർ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. നമ്മളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പച്ചക്കറിയുടെ വേസ്റ്റ് വെച്ചിട്ട്. പക്ഷെ അത് ഫെയിലായിപ്പോയി. ഒന്നും ഒരു ലാർവ ഉണ്ടായില്ല, ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഒരു കപ്പ് സ്റ്റാർട്ടർ എടുത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത്യാവശ്യം വെള്ളം ഒഴിക്കണം. വെള്ളവും തീറ്റയാണ് കേട്ടോ ഇതിന് വേണ്ടേ. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് കുഴച്ച് നോക്കണം. വെള്ളം ഇത്രയും മതിയോ എന്ന് സംശയമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക കേട്ടോ, ഇത് പോരാ. ഇപ്പോൾ ഇതിൽ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ച് വെക്കണം. ഇതൊന്നും പോലെ ശരിക്കും, ഇത് നമ്മൾ കുറച്ചുകൂടെ ഒഴിച്ച് വെക്കണം. പക്ഷെ അത് ഒന്ന് കുഴച്ച് നോക്കട്ടെ. നമ്മൾ കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ലെവലാക്കി കുറച്ചുകൂടെ വെള്ളം, അതിൽ ഫുള്ള് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് ഒഴിച്ച് വെക്കാം. ഇത് ശരിയാണെന്ന് തോന്നുന്നത്, ഇത്രയും വെള്ളം മതിയായിരിക്കും. ഗൈസ്, വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കോഴികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അത്. ഇപ്പം നമ്മളിത് സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അതായത് വലിയ മഴയൊന്നും പെയ്യൂലെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലം. ചിലപ്പം വാർക്കയിൽ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും. കുറച്ച് കൂടുതൽ വെള്ളമായിപ്പോയാൽ ചിലപ്പോൾ ഫുള്ള് കേടായിപ്പോവും, അതാണ് പ്രശ്നം. അപ്പം ഗൈസ്, ഇവിടെ പറ്റത്തില്ല. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നിറച്ചും വെള്ളമാവുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ വിറകിൻ്റെ ഇവിടെ വെക്കാൻ നോക്കി, അവിടെയും പറ്റത്തില്ല, ചിലപ്പോൾ വീണു പോകും. ഇപ്പോൾ നമ്മൾ കോഴിക്കൂടിൻ്റെ മണ്ടയിലാട്ടോ വെച്ചേക്കുന്നത്. ഈ പച്ചക്കറിയൊക്കെ വെക്കുന്ന പാത്രമില്ലേ, കൊട്ട, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ തീറ്റയുടെ സംഭവം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ ഓരോ ദിവസത്തെയും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഓരോ ദിവസം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കോഴികളുണ്ട്, അതുങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഫുഡ് തന്നെയാണ് ഇത്.